ജനറലി ഐഫോൺ ആണ് സേഫ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഐഫോൺ ആണോ സേഫ്, ആൻഡ്രോയിഡ് ആണോ സേഫ്? ഓക്കെ, ഇത് ആപ്പിളിന്റെ ഒറിജിനൽ 100% ഒറിജിനൽ എയർപോർട്സ് ആണ്. പകരം സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്ലിപ്പർ 0 യൂസ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഞാൻ ഹോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിൽ എയർപോർട്സ് കണക്റ്റഡ് കാണാം, അല്ലെങ്കിൽ കണക്റ്റഡ്. ആ ഫോണൊന്ന് തരാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫോണിന്റെ സ്ക്രീൻ ഒന്നും ടച്ച് ചെയ്യുന്നില്ല, സ്ക്രീനിലേക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ കാണൂലേ? ഓക്കെ, സോ എയർപോർട്സിലാണ് കണക്ട് ആയിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ റണ്ണടിക്കാൻ പോവാണ്. റണ്ണടിച്ചു, നമുക്ക് ആ ഫോൺ വർക്ക് ചെയ്യുന്നത് കാണാം. ഞാൻ ടച്ച് ചെയ്യുന്നില്ല, ലാപ്പിലേക്ക് പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂടൂത്ത് ആക്സസും ബ്ലൂടൂത്തിലേക്ക് കൂടി നമ്മൾ നേരത്തെ പോലെ കീബോർഡ് ഇൻപുട്ട് കൊടുത്തു, ആ സെയിം വെബ്സൈറ്റിൽ കയറി. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട, എലോ കൊടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊടുത്തിട്ടില്ല. അതും ഈ ഒരു ഡിവൈസ് തന്നെ എലോ ചെയ്യണ ചോദ്യം എലോ ഇവർ തന്നെ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഡിവൈസ് തന്നെ ആ എലോവും കൂടി ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഫോട്ടോസ് ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോൺ ടച്ച് ചെയ്തില്ല, ആകെ ചെയ്തത് ബ്ലൂടൂത്ത് ഡിവൈസിനെ കണക്ട് ചെയ്തത് ഈ ഒരു എയർപോർട്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഈ എയർപോർട്സിനല്ല കണക്ട് ചെയ്തത്, സൈഡിൽ കൂടെ എൻ്റെ ഫ്ലിപ്പറിലാണ് കണക്ട് ചെയ്തത്. സോ അത് ചോദ്യം ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് പോലെ ആയിരിക്കും. ഇപ്പോൾ ഐഫോൺ ആണ് ഞാൻ റിയൽ ടൈം ഹാക്ക് ചെയ്ത് കാണിച്ചത്, അത് ആൻഡ്രോയിഡ് ആണെങ്കിൽ സെയിം സംഭവിക്കും. ഇപ്പം നമ്മൾ വലിയ കൊട്ടാരം പണിഞ്ഞു, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറ് വെച്ചിട്ടില്ലെങ്കിൽ ആർക്കും കയറാം. അതുപോലെ തന്നെയാണ് നമ്മളത് സെക്യൂർ ആക്കേണ്ടത് നമ്മളെ ബ്രെയിൻ വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും വലിയ ആന്റിവൈറസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇതുപോലത്തെ ഒരു ക്യാമ്പയിനാണ് ഫെഡറൽ ബാങ്കിന്റെ കൂടെ ചേർന്ന് നടത്തുന്നത്. ട്വൈസ് ഇസ് വൈസ് എന്നാണ് ക്യാമ്പയിന്റെ പേര്. അതായത് നിങ്ങൾ 2 വട്ടം ആലോചിക്കണം.